ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ജിലേബിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ജിലേബി ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ ഞാനിത് ഇൻസ്റ്റൻറ്റ് ജിലേബി ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ദോശമാവ് ഒരു 3/4 കപ്പ് ഉണ്ടാവും. അതും അതിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഒരു നുള്ളു ഉപ്പേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. ഞാൻ ചില വീഡിയോസിൽ ഒത്തൻറ്റിക് വേ ജിലേബി ഉണ്ടാക്കുന്നത് ഉഴുന്ന് വെച്ചിട്ടാണ്, ഇൻസ്റ്റൻറ്റ് ഉണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് മൈദയും കുറച്ച് ദോശമാവും വെച്ചിട്ടൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ലംസ് ഇല്ലാണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഈ ദോശൻ്റെ തരി ഉണ്ടാവും, അത് നോ പ്രോബ്ലം. അതല്ലാതെ വലിയ വലിയ ലംസ് ഇല്ലാണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഓൾറെഡി ഞാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി കുളമായിട്ടുണ്ട്. അത് മാവ് കുറച്ച് ലൂസായിപ്പോയി. അപ്പം ഇത്രയും ലൂസ് വേണ്ട, നമുക്ക് അത് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. നന്നായിട്ട് എണ്ണയും കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് കോരി മാറ്റിയിട്ട് ഞാൻ ആ മാവിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദമാവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇത് കറക്റ്റാണ്. അപ്പോൾ കണ്ടോ, ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നൊരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറിച്ചിടുക, അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോവും. ആ കളർ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ആ ഭംഗി ഉണ്ടാവില്ല കാണാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ട് ഞാൻ ഓൾറെഡി സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം എന്ന റേഷ്യോയിൽ എടുത്തിട്ട് 1 സ്ട്രിങ് ആക്കി എടുക്കുക. എന്നിട്ട് അതിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും കളറിടുക. എന്നിട്ട് ജിലേബി പൊരിച്ചെടുത്ത ഉടനെ തന്നെ ഈ സിറപ്പിലിട്ടിട്ട് മുക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 സെക്കൻഡ് ഇട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തിട്ട് കോരി മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.